ഇനി അടുത്ത വെള്ളിയാഴ്ച ആകുമ്പോഴേക്ക് നമ്മുടെ ചുറ്റുഭാഗത്തുള്ള പള്ളികളൊക്കെ ശബ്ദമുഖരിതമാകുന്നത് ജീലാനി ദിനത്തിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ മുറവിളികൾ മിനാരങ്ങളിൽ നിന്ന് ജനങ്ങൾ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അറിയണം, ഇവൻ്റെ ജൂതന്മാരുടെ കപടത കടന്നു വന്ന രീതിയും ആരാണ് യഥാർത്ഥത്തിൽ മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി എന്നും അവിടെ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന മേഖലകൾ ഏതാണ് എന്നുള്ളതും അതിൻ്റെ പേരിൽ പിന്നീട് വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്താണെന്നുള്ളതും ഒന്ന് മനസ്സിലാക്കാനും തിരുത്തപ്പെടേണ്ടുന്നതിനെ തിരുത്താനും പ്രമാണത്തിൻ്റെ കൂടെ ഉറച്ചു നിൽക്കാനും ഒരു തിരിച്ചറിവിന് വേണ്ടി മാത്രമാണ്. നിങ്ങൾക്കറിയോ, ഈ ഷിയായിസം സമൂഹത്തിലൂടെ കടന്നു വന്നത് പ്രവാചക കുടുംബത്തിൻ്റെ പേര് പറഞ്ഞിട്ടാണ് അവർ കടന്നു വന്നത്. എന്നാൽ ഒരു നിലക്കുമുള്ള നന്മകളും സമൂഹത്തിൽ ഉണ്ടാക്കാനല്ല, അരാജകത്വങ്ങളെ സൃഷ്ടിക്കുകയായിരുന്നു അവരുടെ വഴി. അതിൽ നിന്നാണ് പിന്നീട് സൂഫിസങ്ങളിലേക്കുള്ള കടന്നുകയറ്റമുണ്ടായത്. ജാബിർ ബിൻ ഹയ്യാൻ, അബ്ദുൽ കരീം സൂഫി തുടങ്ങിയ ആളുകൾക്ക് ഒരു കാലഘട്ടത്തിൽ നിരീശ്വരവാദത്തിന് വേണ്ടി ഗ്രന്ഥങ്ങൾ എഴുതിയ ആളുകളാണ് പിന്നീട് ഇത്തരം ആദർശങ്ങളിലൂടെ കൊണ്ടുവന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവർ കൊണ്ടുവരുന്ന ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ഒന്ന് തിരിച്ചറിയാൻ നമ്മൾ ആലോചിക്കേണ്ട. ലോകം നിയന്ത്രിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ ഈ തഖ്വ പള്ളിയിൽ ഇരിക്കുന്ന നമ്മളൊക്കെ അക്ഷരാർത്ഥത്തിൽ ഒരൊറ്റ വാക്കേ നമ്മളുടെ നാവിൽ നിന്ന് വരൂ, അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ്. അള്ളാഹുവാണ് ലോകം നിയന്ത്രിക്കുന്നത്. ഇനി ഏത് ചെറിയ മക്കളോടും, ഏത് ആദർശങ്ങളെ പേറുന്ന മുസ്ലിം നാമധാരികളായിട്ടുള്ള കുടുംബങ്ങളിലെ ഏത് ചെറിയ മക്കളോട് ചോദിച്ചാൽ നിഷ്കളങ്കമായ ബാല്യം വരെ പറഞ്ഞു തരും, ലോകം നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്. പക്ഷെ കുറച്ച് മുതിർന്ന ആളുകളോട് ചോദിച്ചാൽ ഇന്ന് അഭിപ്രായ വ്യത്യാസങ്ങൾ കടന്നു വന്നിരിക്കുന്നു. ആളുകൾ പറയും, അത് ഇന്ന് ഈ അടുത്ത കാലത്തൊക്കെ കോഴിക്കോട് മടവൂരെന്ന് പറയുന്ന സ്ഥലത്ത് മറവ് ചെയ്യപ്പെട്ട ചിറ്റടിമേത്തൽ അബൂബക്കർ മുസ്ലിയാർ എന്ന CM മടവൂരാണ് ലോകം നിയന്ത്രിക്കുന്നത് കേട്ടപ്പോൾ ഒരുപക്ഷെ ഉള്ളു ധരിച്ചവരായിരിക്കും നമ്മളൊക്കെ. പക്ഷെ അത് കുറച്ചു കാലം മുമ്പ് ഒരു അറബി വേർഷനിൽ നമ്മളൊക്കെ കേൾപ്പിച്ചിരുന്നു. കുത്തുബുൽ അഖ്താബ്, ലോകത്തിൻ്റെ അച്യുതണ്ട്, ലോകം നിയന്ത്രിക്കുന്ന ലോകത്തിൻ്റെ അച്യുതണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട സൂഫികളുടെ ഒരു ഔലിയ പാർലമെൻറ്റ്, ഈ ഔലിയാക്കൾക്ക് വേണ്ടി പഠിപ്പിക്കപ്പെടുന്ന ഒരു പാർലമെൻറ്റ്. ആ പാർലമെൻറ്റിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആളാണ് കുത്തുബുൽ അഖ്താബ് എന്ന് പറയുന്ന ആളുകൾ. അവരാണ് ലോകം നിയന്ത്രിക്കുന്നത്. ആ ദർജയിലേക്ക് എത്താവുന്ന പാർലമെൻറ്റുകൾ ഇതൊക്കെ ഇവരുടെ സൃഷ്ടികളായി കടന്നു വന്നിട്ടുള്ള മേഖലകളാണെന്ന് തിരിച്ചറിയാനും, അതുകൊണ്ട് ഒന്ന് മനസ്സിലാക്കേണ്ട, ഒരാളുടെയും ജനന മരണ ആഘോഷങ്ങൾ അള്ളാൻ്റെ ദീനിലില്ല. അള്ളാൻ്റെ സ്വന്തം ബാപ്പാൻ്റെ ജനനമാവട്ടെ മരണമാവട്ടെ ആണ്ടാവട്ടെ ആരുടെയും ജനന മരണ ആഘോഷങ്ങളില്ല. എന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ട്രെൻഡാണ്. ഇന്ന് എൻ്റെ ബാപ്പ മരിച്ചിട്ട് 28 ദിവസം തികയാണ്, വർഷം തികയാണ്, അല്ലെങ്കിൽ ഇന്ന് ബാപ്പ മരിച്ച് 10 വർഷം തികയാണ്. നിങ്ങളെല്ലാവരും അൽഫാത്തിഹ ഓതണം. പ്രിയമുള്ളവരെ, ബാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആണ്ടാവാൻ വേണ്ടി കാത്തിൽക്കണ്ട. ദുആഇൻ്റെ മേഖല പഠിപ്പിക്കുന്നിടത്ത് പോലും മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥനയുടെ ഒരു രീതിശാസ്ത്രം പറയുന്നിടത്ത് ഉലമാക്കൾ പറയുന്നുണ്ട്, ആദ്യം റബ്ബി അഗ്ഫിർലീ വലിവാലിദയ്യ, പഠിച്ചവൻ ആദ്യം എനിക്ക് പുറത്തു തരണേ, എൻ്റെ മാതാപിതാക്കൾക്ക്, ഞാനുമായി ബന്ധപ്പെടുന്ന വിശ്വാസികൾക്ക്, ലോകൈകരായ മുഅ്മിനീങ്ങൾക്ക് ഈ ഒരു പ്രാർത്ഥനാ രീതി, ബാപ്പാക്കും ഉമ്മാക്കൊക്കെ നിരന്തരം പ്രാർത്ഥിക്കാനുള്ളവരാ നമ്മൾ. മരണപ്പെട്ടവരെ ഓർക്കുമ്പോഴും അവർക്ക് വേണ്ടി ദുആ ചെയ്യാനുള്ളവരാണ്. അതുകൊണ്ട് ജനന മരണ ആഘോഷങ്ങളിലേക്ക് സഞ്ചരിക്കാനില്ല. ഇനി അതിൻ്റെ അപകടങ്ങൾ നിങ്ങളൊന്ന് തിരിച്ചറിഞ്ഞു നോക്ക്. റബീഉൽ അവ്വൽ എന്ന് പറയുന്ന മാസം പ്രവാചകന്റെ ജന്മദിനം ആഘോഷിച്ചു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിചയമില്ലായിരുന്നു. ഇസ്ലാമിന് പൂർത്തീകരിക്കപ്പെട്ട ഉത്തമമായ തലമുറയിൽ ഒരാൾക്കും അത് പരിചയമില്ല. സഹാബത്തിന് അറിയില്ല, താബീങ്ങൾക്കറിയില്ല, തബഉ താബീങ്ങൾക്കറിയില്ല, ഷാഫി ഇമാമിന് അറിയില്ല, ഹനഫി ഇമാമിന് അറിയില്ല, ഹംബലി ഇമാമിന് അറിയില്ല, മാലിക്കി ഇമാമിന് അറിയില്ല. ഷിയാക്കൾ മാത്രം കൊണ്ടുവന്ന ഈ ആചാരത്തിന്റെ മേലെ ചൂട്ടുപിടിച്ചു നമ്മൾ. അത് കഴിഞ്ഞ് റബീഉൽ ആഖിർ വന്നപ്പോ ഉടനെ പറഞ്ഞ് ഇനി തിദ്കാറെ ജീലാനി ദിനത്തിന്റെ അനുസ്മരണങ്ങളാണ്. ആളുകളൊക്കെ സാധാരണക്കാരൻ ചിന്തിക്കുന്നതെന്നറിയോ, നബിദിനം എന്ന് പറഞ്ഞാൽ നബി ജനിച്ചതല്ലേ, അപ്പൊ ജീലാനി ദിനം ജീലാനി ജനിച്ചതാവുന്നതാണ്. അതല്ലട്ടോ, ജീലാനി മരിച്ചതാണ്. റബീഉൽ ആഖിർ 11 ജീലാനി ദിനം ആഘോഷിക്കുന്നത് ജീലാനി മരിച്ചതിന്റെ പേരിലാണ്. എന്താ, നബിദിനം ആഘോഷിച്ചതിന്റെ പേരിൽ ആഘോഷിക്കുന്ന ആളുകൾ ജീലാനി ദിനം ജീലാനി ജനിച്ചതിന്റെ പേരിൽ ആഘോഷിക്കാത്തത്? അവിടെ ഒരു കച്ചവട തന്ത്രമുണ്ടായിരുന്നു. ജീലാനി ജനിച്ചത് റമദാൻ 1 പറയപ്പെടുന്നത്. ആ മാസം ഓൾറെഡി ബദരീങ്ങളുടെ ആണ്ടുണ്ട്. കൃത്യമായി ഹിജറ കലണ്ടറിലെ 12 വർഷങ്ങളിലും മതത്തിന്റെ കച്ചവടങ്ങൾ നടക്കുന്നു എന്ന വേദന നമ്മളിതിന് മനസ്സിലാക്കേണ്ടത്. നമ്മൾ തിരിച്ചതൊക്കെ പറയുമ്പോൾ
ആരാ അബ്ദുൽ ഖാദർ ജീലാനി? അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ആരാണ് മുഹിയുദ്ദീൻ ഷിഅബ് റഹ്മത്തുള്ളാഹി അലൈഹി? ഈ പള്ളിയുടെ അകത്ത് വന്നിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും അറിയണത്, ഒരുപക്ഷെ നമ്മളെ പറ്റിയൊക്കെ ആളുകൾ പറയും ഇവർക്ക് മുഹിയുദ്ദീൻ ഷെയ്ഖിനോട് ബഹുമാനമില്ല, ആദരവില്ല, ഷെയ്ഖ് എന്താന്ന് അറിഞ്ഞുകൂടാ. ഒറിജിനൽ ഷെയ്ഖ് ആരാണെന്ന് നമ്മൾ പഠിക്കണം. അദ്ദേഹത്തിൻ്റെ പേരിൽ പറയപ്പെടുന്നതും മുഹിയുദ്ദീൻ എന്നതൊരു സ്ഥാനപ്പേരാണ്. ദീനിനെ പുനരുജ്ജീവിപ്പിച്ചവൻ എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം. അദ്ദേഹത്തിൻ്റെ സേവനത്തിന് നാട്ടുകാർ വിളിച്ച പേരാണ് മുഹിയുദ്ദീൻ. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥമായ പേര് അബ്ദുൽ ഖാദർ എന്നാണ്. ജനിച്ച സ്ഥലം കൈലാൻ എന്ന് പറയുന്ന പട്ടണമാണ്, കാസ്പിയൻ കടൽ തീരത്തുള്ള കൈലാൻ. അതുകൊണ്ടാണ് സ്ഥലപ്പേരിനോട് ചേർത്ത് അബ്ദുൽ ഖാദർ ജീലാനി എന്ന് അദ്ദേഹത്തെ വിളിക്കപ്പെടാനുള്ള കാരണം. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമായുടെ പരമ്പരയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഭരണകൂടത്തോടുള്ള അസംതൃപ്തി കാരണം അദ്ദേഹത്തിൻ്റെ പിതാവ് ആ നാട് വിടുകയും പിന്നീട് കാസ്പിയൻ കടൽ തീരത്തുള്ള കൈലാൻ എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് താമസമാവുകയും അവിടെ വെച്ച് അദ്ദേഹത്തിന് ജനിച്ച മകനാണ് അബ്ദുൽ ഖാദർ ജീലാനി. ചെറുപ്പത്തിലെ വാപ്പ മരിച്ചു. ഉമ്മ പാഴ്സി ഭാഷയിലാണ് പ്രാഥമിക വിദ്യാഭ്യാസങ്ങൾ നൽകുന്നത്. ആ മകന് 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ ദീന് പഠിപ്പിക്കാൻ, അറബി പഠിപ്പിക്കാൻ ഉമ്മ മൈലുകൾക്കപ്പുറമുള്ള ഇറാഖിന്റെ ബഗ്ദാദിലെ നിസാമിയ യൂണിവേഴ്സിറ്റിയിൽ ആ മകനെ കൊണ്ടുപോയി ചേർക്കാൻ. ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച, ഇറാഖിലെ ബഗ്ദാദിലെ നിസാമിയ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ആളാണ് അബ്ദുൽ ഖാദർ ജീലാനി. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഗുരുനാഥന്റെ പേര് അല്ലാമ യൂസുഫ് ഇബ്നു അയ്യൂബുൽ ഹമദാനി എന്നാണ് അദ്ദേഹത്തിന്റെ ഉസ്താദിന്റെ പേര്. ഖുർആനിലും ഹദീസിലും ലുഅസിലും അറബി ഭാഷയിലുമെല്ലാം പ്രാവീണ്യം നേടി 18 വയസ്സ് മുതൽ 26 വയസ്സ് വരെ. അവിടുന്ന് പഠനം പൂർത്തിയാക്കി ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ ഉസ്താദ് കൊടുത്ത പ്രധാനപ്പെട്ടൊരു ഉപദേശമുണ്ടായിരുന്നു. ജനങ്ങൾ അന്ധവിശ്വാസങ്ങളിലാണ്, അനാചാരങ്ങളിലാണ്. അതുകൊണ്ട് തൗഹീദിന്റെ ധ്വജവാഹകനായി മാറണമെന്നാണ്. പള്ളി മിമ്പറുകൾ പോലും ഭരണകൂടങ്ങൾക്ക് വേണ്ടി ഒത്താശ പാടുന്ന കാലഘട്ടങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി പല നന്മകളും സമൂഹത്തിലൂടെ ഇറങ്ങിപ്പറഞ്ഞ് ഒരു മഹാപണ്ഡിത കുലപതിയാണ്. 26-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഇറങ്ങി കവലകളായ കവലകൾ മുഴുവൻ തൗഹീദിന്റെ പ്രഘോഷണങ്ങൾ തീർത്തു. ലോകത്തിന്റെ വിലപ്പെട്ട ഗ്രന്ഥങ്ങൾ സമ്മാനിച്ചു. ഫത്ഹുർ റബ്ബാനി, ഫുത്ഹുൽ ഗൈബ്, മറ്റുള്ളവർ കൈകടത്തി എന്ന് പറയപ്പെടുന്ന ഉനിയാലി ച്വാലിബീൻ, അങ്ങനെ പല ഗ്രന്ഥങ്ങൾ ലോകത്തിന് സമ്മാനിച്ചു. അദ്ദേഹം ജന്മനാട്ടിലേക്ക് എത്തുമ്പോൾ വയസ്സ് 52ആണ്. അതുവരെ അദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ല. അന്ന് നാട്ടുകാർ അദ്ദേഹത്തിന് കൊടുത്ത പേരാണ് മുഹിയുദ്ദീൻ. മനസ്സിലാവുണ്ടോ? 52-ാമത്തെ വയസ്സിൽ അദ്ദേഹം വിവാഹം കഴിക്കണേ. 92-ാമത്തെ വയസ്സിൽ അദ്ദേഹം വിട പറയുന്നത്. അതിനിടയിൽ അദ്ദേഹം 4 വിവാഹം കഴിച്ചു. അദ്ദേഹത്തിന് ധാരാളം ആണും പെണ്ണുമായി ധാരാളം മക്കളുണ്ടായിരുന്നു. മൂത്ത മകൻ്റെ പേര് ഷെയ്ഖ് അബ്ദുൽ വഹാബ് എന്നാണ്. ആ മകനാണ് വാപ്പാനോട് റബീഉൽ ആഖിർ 11 വൈകുന്നേരം വുളു എടുത്ത് 2 റക്അത്ത് നമസ്കരിച്ച് കിടക്കുമ്പോഴാണ് അദ്ദേഹത്തിന് മരണത്തിൻ്റെ സക്കറാത്തിൻ്റെ വേദന വരണേ. ആ സമയത്ത് ആ മകൻ ചോദിക്കുന്നുണ്ട്, വാപ്പ എന്തെങ്കിലും ഒരു വസിയത്ത് ഞങ്ങൾക്ക് തരുമോ? ജീവിതത്തിൽ ആശ്രയം കാണാൻ അള്ളാനെ മാത്രമേ കാണാവൂ എന്ന് പറഞ്ഞ്, നീ അള്ളാനെ ഭയപ്പെടണം, അള്ളാഹ്ക്കെതിരെ ഒരാളെയും ഭയപ്പെടരുതെന്ന് പഠിപ്പിച്ച മഹാനായ അബ്ദുൽ ഖാദർ ജീലാനി. ഒരു പക്ഷേ ഈ ചരിത്രങ്ങളൊന്നും നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. നമ്മുടെ മനസ്സിലൊക്കെ കേട്ടുപരിചയങ്ങൾ, നമ്മളുടെ തൊട്ടപ്പുറത്തുള്ള പുത്തമ്പള്ളി പ്രദേശത്ത് ഡ്രൈവർ ഇല്ലാണ്ട് കാറ് വന്നു, അത് അബ്ദുൽ ഖാദർ ജീലാനി വന്നു, പച്ചക്കുതിരക്ക് മേലെ വന്നു, കുറേ ഖുറാഫത്തുകൾ തെളിവില്ലാതെ കണ്ടതും കേട്ടതുമൊക്കെ വിശ്വസിച്ച് നടക്കുന്നൊരു സമൂഹങ്ങളാണ്. വളരെ മാരകമായി അപകടം എന്ന് പറഞ്ഞു. ഈ മാസങ്ങളിൽ റബീഉൽ ആഖിറുകളിൽ പള്ളികളിലൊക്കെ പാരായണം ചെയ്യുന്ന മാലപ്പാട്ടുകളിൽ വരെ ദീനെ വിളിച്ച പേരെന്ന് പറയുന്നത് ഒരു വെള്ളിയാഴ്ച ദിവസം. അതിൻ്റെ അപകടം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാൻ. ഒരു വെള്ളിയാഴ്ച ദിവസം അബ്ദുൽ ഖാദർ ജീലാനി ചെരുപ്പില്ലാതെ നടന്നു വരുമ്പോൾ, ദീനുൽ ഇസ്ലാം മനുഷ്യരൂപത്തിൽ മരിക്കാനായി കിടക്കുമ്പോൾ അബ്ദുൽ ഖാദർ ജീലാനി അദ്ദേഹത്തെ തലോടിയപ്പോൾ അദ്ദേഹം എഴുന്നേറ്റിരുന്നിട്ട് പറഞ്ഞു, എൻ്റെ പേര് ദീനുൽ ഇസ്ലാം എന്നാണ്, ഞാൻ മരിക്കാനായി കിടന്നതാണ്, നിങ്ങളാണ് എന്നെ ചെയ്യിപ്പിച്ചത്, അതുകൊണ്ട് ഇനി മുതൽ നിങ്ങളുടെ പേര് മുഹിയുദ്ദീൻ എന്നാണ് ഈ മാലപ്പാട്ടുകളിലൂടെ ആളുകളെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. നമ്മളുടെ സമൂഹം പഠിക്കുന്നത് ഇതാണ്. ഇതിനെ തിരിച്ചറിയാൻ, സാധാരണക്കാരനോട് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ആലോചിക്കേണ്ടത് അദ്ദേഹം ആരാണെന്ന്. ഒരു നന്മക്ക് വേണ്ടി നിലകൊണ്ടുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. മാസൂമാണെന്നോ 100% അദ്ദേഹത്തിൽ ഒരു തെറ്റുപറ്റാത്ത ആളെന്ന് നമ്മൾ പറയില്ലേ, അതൊരേ ഒരാളാണ്. ഇല്ലാ സ്വാഹിബ ഹാദിൽ ഖബർ എന്ന് അള്ളാഹിന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പക്ഷെ അദ്ദേഹം ചെയ്ത നന്മകൾ വലുതാണ്, പ്രബോധനങ്ങൾ വലുതാണ്, ദീനിന് നൽകിയ സേവനങ്ങൾ വലുതാണ്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം ഒരു ദിവസത്തിന്റെ ആചാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ അള്ളാഹിന്റെ ഖുർആൻ പറയാണ്, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിന
ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറാ അയ്യകൂന ലഹുൽ ഖിയറതു മിൻ അംരിഹിം. അല്ലാഹുവോ റസൂലോ മതത്തിൽ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടാനുസരണം ചെയ്യാനുള്ള അവകാശം ഒരാൾക്കുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. വമൻ യഅസില്ലാഹ വറസൂലഹു, ആര് അല്ലാഹുവിനോടും റസൂലിനോടും എതിരെ പ്രവർത്തിക്കുന്നുവോ ഫഖദ് ലല്ല ദലാലം മുബീനാ, അവൻ വ്യക്തമായ വഴികേടിൽ തന്നെയാണ്. അല്ലാഹു റസൂൽ ഒരു കാര്യം വിധിച്ചാൽ അങ്ങനെ 365 ദിവസം എങ്ങനെ വേണം, റമദാൻ ഒരു വിശ്വാസി എങ്ങനെയാകണമെന്ന്, റബീഉൽ അവ്വലുകളിൽ എങ്ങനെയാകണമെന്ന്, റബീഉൽ ആഖിറുകളിൽ എങ്ങനെയാകണമെന്ന് അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ മാർഗത്തിൽ നമ്മൾ ജീവിക്കാവൂ. ദീനിൽ ഒരു ദിവസത്തിന്റെ ആഘോഷം കൊണ്ടുവരുമ്പോൾ, ഇന്ന ദിവസത്തിന് പുണ്യമുണ്ടെന്ന് പറയുമ്പോൾ അം ലഹും ശുറകാഉ ശറഉ ലഹും മിനദ്ദീനി മാ ലം യുഅദം ബിഹില്ലാഹ്, അള്ളാന്റെ അനുവാദം കൂടാതെ മതത്തിൽ നിയമം വെക്കുന്ന വല്ല പങ്കുകാരും അവനുണ്ടോ? ദീനിൽ നിയമം വെക്കാനുള്ള അധികാരം ആർക്കേ ഉള്ളൂ? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് മാത്രമേ ഉള്ളൂ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തതൊന്നും നമുക്ക് അവകാശമില്ല. മാഷല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ ആൾക്കാരൊക്കെ ചോദിക്കും, അതിപ്പോ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ പഠിപ്പിച്ചാൽ അതിലൊരു വകുപ്പില്ലല്ലോ. കാരണം അബ്ദുൽ ഖാദർ ജീലാനി ജനിക്കുന്നത് തന്നെ ഹിജറ 400-കൾക്ക് ശേഷം അല്ലേ? ഹിജറ 470-കൾക്ക് ശേഷമാണ് അദ്ദേഹം ജനിക്കുന്നത് തന്നെ. അപ്പോ എങ്ങനെയാണ് അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ ചിന്തിക്കണവരുണ്ടാവും. അവിടെ പോലും നമ്മൾ അതിൻ്റെ അപകടങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇദ്ദേഹത്തെ വാഴ്ത്തിപ്പറഞ്ഞ ആളുകൾ എവിടെ എത്തിച്ചു എന്ന് വെച്ചാൽ, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കപ്പലിൽ നിന്ന് പ്രളയകാലത്ത് കപ്പലിലൂടെ രക്ഷപ്പെടുത്തിയത് മുഹിയുദ്ദീൻ ശിഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയാണെന്ന് ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഈ മാസം പാടിക്കൊണ്ടിരിക്കുകയാണ്. അനകുന്തു മഅനൂഹിം ബി അഗ്ലാ സഫീനതി ബിഹാറം വ തൂഫാനൻ ലക ഫി ഖുദ്റതി. ഈ ആഘോഷിക്കുമ്പോൾ അള്ളാന്റെ ഖുർആനിനെതിരാണ്, അള്ളാന്റെ ദീനിനെതിരാണ്. ഈ 2 മാസങ്ങളെ സംയുക്തമായി പഠിക്കാൻ ആരെയും ആക്ഷേപിക്കാൻ വേണ്ടി പറയല്ല, നമ്മളുടെ ദീനിനെ നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടി പറയാൻ. ഇതിൻ്റെ അപകടം എവിടെ നിന്നറിയോ? ഈ റബീഉൽ അവ്വലിൻ്റെ മൗലിദുകൾ പാരായണം ചെയ്ത ആളുകൾ പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്തിയാസ ചെയ്തതുകൊണ്ടാണ് നൂഹ് നബി രക്ഷപ്പെട്ടതെന്ന് മങ്കുസ് മൗലിദ് എന്ന മൗലിദിന്റെ തുടക്കത്തിൽ പറഞ്ഞതാണ്. അതേ വിഷയം മൊയ്ദി ഷെയ്ഖിനെ പറ്റി വന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, കപ്പലിൽ മൊയ്ദി ഷെയ്ഖ് ഉണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടതാണ്. അള്ളാന്റെ ഖുർആനില്ലേ 23 അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ 26, 27, 28 ആയത്തിൽ അള്ളാഹ് പറയാണ്, ഫഔഹൈനാ ഇലൈഹി അനിസ്നഇൽ ഫുൽക ബിഅഗ്യുനിനാ വവഹീനാ. കപ്പലുണ്ടാക്കാനുള്ള നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. നൂഹേ, കപ്പലുണ്ടാക്കിക്കോ. അടുപ്പ് പോലും പൊട്ടിയൊലിക്കുന്ന രംഗം വരുമ്പോ ഈ 2 ഇണകളെ വീതം കപ്പലിലൂടെ കയറ്റണേ എന്ന് പറഞ്ഞിട്ട് അടുത്ത ആയത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്, നീയും നിന്റെ ആളുകളും കപ്പലിലൂടെ ചൊവ്വായി കഴിയുമ്പോ ഫഖുലിൽ ഹംദുലില്ലാഹില്ലദീ നജാനാ മിനൽ ഖൗമിൽ ളാലിമീൻ. അക്രമികളായ ജനങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിയ അല്ലാഹ് നിനക്കാണ് സർവസ്തുതിയുമെന്ന് പറയണേ. അള്ളാന്റെ ഖുർആൻ പറഞ്ഞു പടച്ചോ രക്ഷപ്പെടുത്തി. മങ്കുസ് മൗലവി പറഞ്ഞു മുഹമ്മദ് നബിയോട് ഇസ്തിയാസ ചെയ്തപ്പോഴാണ് ഇത് റബീഉൽ അവ്വൽ പാടി. റബീഉൽ ആഖിറായപ്പോ പറഞ്ഞു മൊയ്ദി ഷെയ്ഖ് രക്ഷപ്പെടുത്തിയത്. നിങ്ങൾ തീരുമാനിക്ക, അള്ളാന്റെ കലാമ് വേണോ, അതല്ല ഇവിടെ കേരളത്തിന്റെ കോഴിക്കോട് നിന്ന് എഴുതിയ പുസ്തകം വേണോ, തമിഴ്നാട്ടിന്റെ കായൽ പട്ടണത്തിൽ നിന്ന് എഴുതിയത് വേണോ? ഏതാ വേണ്ടേ നമുക്ക്? ഏതാ വേണ്ടത് നമുക്ക് ചിന്തിക്കാൻ. അടുത്ത തൊട്ട വരികളിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ രക്ഷപ്പെടുത്തിയത് ഇബ്രാഹിം നബിയുടെ കൂടെ മുഹ്യിദ്ദീൻ ഷെയ്ഖ് ഉണ്ടായത് കൊണ്ടാണെന്നാണ് ഈ മാസം പാടി പറയണേ. കഴിഞ്ഞ മാസം പറഞ്ഞു, വക്കാന ഫീ സുൽബി ഇബ്രാഹിം ഹീന ഉൽഖിയ ഫിന്നാർ, മുതുകത്ത് മുഹമ്മദ് നബി ഉണ്ടായത് കൊണ്ടാണ് രക്ഷപ്പെട്ടത്. അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. എത്തിയേ ഇബ്രാഹിം നബിയുടെ മേലെ തണുപ്പ് രക്ഷയാവണേ. ഞാനിത് എന്തേ ഞങ്ങളോട് പറഞ്ഞെന്നറിയോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഘോഷിച്ചില്ല എന്ന് പറയുമ്പോൾ അത് റസൂലുള്ളാഹിന്റെ കാലത്ത് ഇല്ലല്ലോ എന്ന് പറയാൻ ഒരാൾക്കും കഴിയില്ല. കാരണം എന്താണ്? ഇവര് തന്നെ പാടി പറയുന്ന നൂഹ് നബിയുടെ കാലത്തുണ്ട്, അതുപോലെ തന്നെ ഇബ്രാഹിം നബിയുടെ കാലത്തുണ്ട്, ദാവൂദ് നബിയുടെ കൂടുണ്ട്, മൂസാ നബിയുടെ കൂടുണ്ട്, ഈസാ നബിയുടെ കൂടുണ്ട്. എത്ര പേരെ പറഞ്ഞു എന്നറിയോ? അള്ളാഹ്ക്ക് വരെ പിഴച്ചൂന്ന്. മിഅ്റാജ് യാത്രയിൽ അള്ളാന്റെ പ്രവാചകൻ ആകാശാരോഹണം നടത്തുമ്പോ കോണി വഴുതി പ്രവാചകന്റെ കാല് വഴുതുമ്പോ
ഷോൾഡർ കാണിച്ചു കൊടുത്തത് മുഹിയുദ്ദീൻ ഷേഖ് റഹ്മത്തുള്ളാഹി അലൈഹി ആണെന്ന് വരെ. എന്നിട്ട് അള്ളാന്റെ റസൂൽ ഒരു വരം കൊടുക്കുകയത്രേ, ലോകത്തെ മുഴുവൻ ഔലിയാക്കളും കാലിന്റെ ചുട്ടിലാണെന്ന് പറഞ്ഞേ. ഇതൊക്കെ ദീന്റെ പേരിൽ എഴുതി വെച്ചതാ. ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞില്ലേ? എന്തേ അള്ളാന്റെ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞില്ല? അദ്ദേഹം ഒറിജിനൽ മുഹിയുദ്ദീൻ ഷേഖ് റഹ്മത്തുള്ളാഹി ഇതൊന്നും പറഞ്ഞില്ല. അദ്ദേഹത്തിന്റെ സേവനങ്ങളും അദ്ദേഹത്തിന്റെ തൗഹീദും അവിടെ നിന്ന് ഷിർക്കിന്റെ വക്താക്കൾക്ക് പ്രയാസം ഉണ്ടാക്കിയപ്പോ അവര് തന്നെ ഇദ്ദേഹത്തെ തന്നെ ഒരു ആരാധന പുരുഷനാക്കി കൊണ്ടുവരുന്ന ഒരു സാഹചര്യങ്ങളാണ് ചരിത്രങ്ങളിലൂടെ കണ്ടത്. അദ്ദേഹം ഇതൊന്നും സമൂഹത്തോട് പറഞ്ഞില്ല. ഇതൊക്കെ പറഞ്ഞിട്ട് പിന്നെയും ഒരു അബദ്ധം പറ്റി. എവിടം വരെ കൊണ്ടുവന്നെന്നറിയോ? മുഹമ്മദ് നബിയുടെ കാലത്ത് ഞാനുണ്ട്, മൂസാ നബിയുടെ കാലത്തുണ്ട്, ഈസാ നബിയുടെ കാലത്തുണ്ട്. മുഹമ്മദ് നബിക്ക് ശേഷം ഒരു കള്ളൻ ലോകത്തുടലെടുത്തിരുന്നു. അയാളുടെ പേര് ഹല്ലാജുൽ മൻസൂർ എന്നാണ്. ഞാനാണ് റബ്ബി ഇലാഹി എന്ന് പറഞ്ഞ ആളാണ് ഹല്ലാജുൽ മൻസൂർ. ആ ഹല്ലാദിനെ കൊല്ലുന്ന നാൾ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ കൈ ഞാൻ പിടിക്കുമായിരുന്നു എന്ന് നേരം വൈരുവിന്റെ നേരത്തെ കിബിലക്ക് മുന്നിട്ട് ഉമ്മമാരെ വീട്ടിലുള്ള മൗലിദ് കിതാബ് കയ്യിൽ വെച്ച് പാടാൻ. ആരാ ഹല്ലാജുൽ മൻസൂർ എന്നറിയോ? ഞാനാണ് റബ്ബി എന്ന് ഫിർഔനിന് ശേഷം പറഞ്ഞ അടുത്ത കള്ളനാണ് ഹല്ലാജുൽ മൻസൂർ. അതിനെ സപ്പോർട്ട് ചെയ്യാ. ഹല്ലാജ് മഹാനാണെന്നും ആ കൊന്നോന്റെ കൈ ഞാൻ പിടിക്കുമായിരുന്നു. അപ്പൊ ഇവരുടെ കാലത്തൊക്കെ ഉണ്ട്, ഹല്ലാജിന്റെ കാലത്ത് ഇല്ല എന്നാണ്. ഹല്ലാജ് മുഹമ്മദ് നബിക്ക് ശേഷം വന്ന ആളാണ്. ഇതിന്റെ അപകടങ്ങൾ നിങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ പറയാം. രണ്ടാളുകളാണ് ലോകത്ത് ഞാൻ റബ്ബെന്ന് വായിച്ചൊന്ന് ഹല്ലാജുൽ മൻസൂറാൻ, മറ്റൊന്ന് സാക്ഷാൽ ഫിർഔനാൻ. ഇന്നയാന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് ഏറ്റവും വലിയ രക്ഷിതാവെന്ന് പറഞ്ഞ ഫിർഔൻ. ഈ രണ്ടു പേരെയും ഇവർ വെളുപ്പിച്ചെടുത്തു. ഒന്ന് ഈ ഹല്ലാജുൽ മൻസൂറിനെ മഹാനായ ഔലിയാക്കളുടെ ഗണത്തിൽ പിടിച്ച്, രണ്ടാമത്തത് ഫിർഔനിനെ. പ്രത്യക്ഷത്തിൽ ആളുകൾ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഈ ഫിർഔൻ എന്ന് പറയുന്ന മനുഷ്യനെ മുഅ്മിനായിരുന്നു എന്ന് അക്ബരിയ ത്വരീഖത്ത് അതിനിന്ന് ഏറ്റെടുക്കുന്ന ആളുകൾക്ക് അതിനു വേണ്ടി കിതാബ് എഴുതിയ സ്ഥലം ഒന്ന് നമ്മുടെ ചങ്ങരംകുളാണ്. ആ വാഴ്ത്തി പറഞ്ഞ് അതിന്റെ പട്ടിക തയ്യാറാക്കിയത് ആ ഫുസൂസുൽ ഹിക്കമിലൊക്കെ പറയുന്നത് അദ്ദേഹം യഥാർത്ഥ മുഅ്മിനാണ്, കാമിലായ മുഅ്മിനാണെന്നാണ്. മൂസാ നബി മയ്യത്ത് കുളിപ്പിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അള്ളാഹു ചെങ്കടലിൽ മുക്കിയത് എന്നാണ്. അടുത്ത വാക്ക് ഫഖറജ ത്വാഹിറൻ മുത്തഹിറ, പരിശുദ്ധവാനായും പരിശുദ്ധി നൽകപ്പെട്ടവനായും അള്ളാഹുവിലേക്ക് മടങ്ങിയതാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ആരും അറിയണില്ല ഇതിൻ്റെ ഉള്ളിലൂടെ ഒഴുകുന്ന. നമ്മൾ പറയാം ആ ത്വരീഖത്ത് ഇവിടെ വന്നു, ഈ ത്വരീഖത്ത് വന്നു എന്നൊക്കെ പറഞ്ഞ് പിന്നാലെ ഓടുന്ന ആളുകളോട് എവിടേക്ക് നമ്മളുടെ ഈമാനിനെ കൊണ്ടുപോകുന്നു എന്ന്. ഈ ദിനാഘോഷങ്ങളും അതിന്റെ പേരിൽ പാടലും ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞ ഹല്ലാജിനെ വരെ വെളുപ്പിച്ചു. ഇതൊക്കെ പാടിയപ്പോഴും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു വിഷയം പഠിപ്പിക്കാഞ്ഞത് ഇതില്ലാത്തത് കൊണ്ട് തന്നെയാണ്. മഹാനായ മുഹിയുദ്ദീൻ ഷേഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഇത് പറഞ്ഞിട്ടില്ല. ഇനി നിങ്ങൾക്കറിയോ അടുത്ത മാരകമായ വിഷയം? അള്ളാഹിന്റെ ഖുർആനെതിരെ വന്ന് ഞാൻ പറഞ്ഞു, അള്ളാഹുവിനോടാണ് ഇതിന്റെ ആഘോഷങ്ങളിലൂടെ തർക്കിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ. അള്ളാഹ്ക്ക് എത്ര നാമങ്ങളാ? അള്ളാഹ്ക്ക് എത്ര നാമ? 99 നാമാൻ. അത് പഠിക്കണം, നമ്മൾ അറിയണം. അതുകൊണ്ട് ദുആ ചെയ്യണം. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അല്ലാഹുവിന്റെ നാമങ്ങളെ പഠിക്കണം, അറിയണം. അതുകൊണ്ട് ദുആ ചെയ്യണം. അല്ലാഹുവിലേക്ക് തവസ്സുൽ ചെയ്യാനുള്ള ഒരു മാർഗമാണ് അവന്റെ അസ്മാഉൽ ഹുസ്നകൾ, അല്ലാഹുവിന്റെ പേര് മുൻനിർത്തി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. അത് നമ്മൾ പഠിക്കണം. പക്ഷെ അതേപോലെ ഒരു പഠിപ്പിക്കാൻ അള്ളാഹ്ക്ക് 99 ഉണ്ടെങ്കിൽ മുഹിയുദ്ദീൻ ഷേഖ് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് എത്ര നാമാണ്? 99 നാമാണ്. ആരെയാ ഈക്വലാക്കണേ? ഇത് ഒറിജിനൽ ഷെയ്ഖ് പറഞ്ഞതല്ല. അല്ല. ഇനി നിങ്ങൾ ആലോചിക്കുക, അള്ളാന്റെ പ്രത്യേകത എന്താണ്? ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. സൂറത്ത് യാസീൻ അറിയാത്ത ആളുകളല്ലല്ലോ നമ്മൾ. ഒരു വസ്തുവിനോട് അല്ലാഹു ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ആ വസ്തു ഉണ്ടാകുമെന്ന്. എന്നുടെ ഏകൽ ഉടയവൻ തന്റെ ഏകൽ ആകുന്നു ഞാൻ ചൊൽകിൽ ആകും അതെന്നോ പറഞ്ഞ് മുഹിയുദ്ദീൻ ഷെയ്ഖിനെ പറ്റി പറഞ്ഞു. ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞുണ്ടാകും. അള്ളാഹ്ക്കും ഒരു പടി മേലെ പറഞ്ഞു. വേണ്ടിയിട്ട് വല്ലൊരു വസ്തുവിനെ നോക്കുകിൽ വേണ്ടിയ വണ്ണം ഞാൻ അതിനെ മാറ്റുന്നാൻ. ഞാൻ വേണ്ടിയിട്ടൊന്ന് നോക്കിയാൽ മതി, ഞാൻ അതുപോലെ മാറ്റുന്നാൻ. അള്ളാഹുവേ, എവിടേക്ക് നമ്മൾ എത്തുന്നു എന്നുള്ള അപകടം അള്ളാഹുവിനോട് ഞാൻ പെട്ടെന്ന് ഷോർട്ടാക്കി പറയാൻ. നമ്മൾ ഒരു ജീലാനിധി നടന്നത് ആളുകൾ അങ്ങ് ആഘോഷിച്ചോട്ടെ എന്ന് പറയാൻ അള്ളാഹുവിനെ കൊച്ചാക്കി പറയുന്ന സന്ദർഭങ്ങളാണ്. ഇനി അള്ളാഹ്ക്ക് പുറമെ വിളിക്കാൻ തുല്യമാക്കിയിട്ട് വിളിക്കാൻ പകരം വെച്ചത് ഈ ദിനത്തിന്റെ ആഘോഷങ്ങളിൽ ഈ ഷെയ്ഖനെയാണ്.
മുഹ്യിദ്ദീൻ ഷേഖ് റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചത് തൗഹീദാണ്. അദ്ദേഹത്തിൻ്റെ കിതാബുകളെ വെച്ച് ഞാൻ പറയാം. നിങ്ങൾ ആലോചിച്ചൊക്കെ ദീനിലെ നമ്മൾ മക്കയിലും ഒക്കെ ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോകുന്ന ആൾക്കാരല്ലേ, അവിടുത്തെ പ്രസിദ്ധമായ ബുക്ക് സ്റ്റാളിൽ പോയിട്ട് നിങ്ങൾ ചോദിക്ക് മുഹ്യിദ്ദീൻ ഷേഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു മുഹ്യിദ്ദീൻ മാല, 2 ഖുതുബിയ്യത്ത്, മുഹ്യിദ്ദീൻ മൗലിദ്, അവർ മേപ്പിട്ട് നോക്കൂലേ? ഇത് ലോകൈകരായ ആർക്കെങ്കിലും അറിയുമോ? അത് മുഹ്യിദ്ദീൻ മാല എഴുതിയത് കോഴിക്കോട് നിന്നാണ്. വെറും 400 കൊല്ലം, 400ാം വാർഷിക ആഘോഷിച്ചത് എവിടെയെന്നറിയോ? നമ്മളുടെ ചങ്ങരംകുളത്തിൻ്റെ ചിയാനൂർ പാടത്താണ്. കേരള ജനത ഒന്നടങ്കം 2008 ജനുവരി 26-ാം തീയതി മുഹ്യിദ്ദീൻ മാലയുടെ 400ാം വാർഷികം ആഘോഷിച്ചത്. അത്ര കൊല്ലല്ലേ അതിന് പഴക്കമുള്ളൂ. നമ്മുടെ ചിയാനൂർ പാടത്ത് കേരളത്തിൻ്റെ ഒരു സംസ്ഥാന തലത്തിൽ അതിൻ്റെ ആഘോഷം നടന്നത്. അത്ര കൊല്ലല്ലേ പഴക്കമുള്ളൂ. കുത്തുബിയ്യത്ത് എഴുതിയ വ്യക്തി ജനിക്കുന്ന ഹിജറ 1040 തമിഴ്നാട്ടിലെ കായൽപട്ടണം എന്ന് പറയുന്ന സ്ഥലത്ത് 1040 ജനിക്കുകയും 1115 മരണപ്പെടുകയും ചെയ്ത സ്വദഖത്തുല്ലാഹിൽ കാഹിലിയാണ്. 1040 മുമ്പുള്ള മുസ്ലിമീങ്ങൾക്ക് ഇതിനെപ്പറ്റി പരിചയമില്ലല്ലോ. നേരെ മറിച്ച് നിങ്ങൾ ചോദിക്കും മുഹ്യിദ്ദീൻ ഷേഖിന്റെ കിതാബ് ഏതാണ്? എവിടെയും നമുക്ക് കിട്ടൂലേ? ഫത്ഹുർ റബ്ബാനി. അദ്ദേഹത്തിൻ്റെ 1 വർഷം നടത്തിയ 160-ലധികം വരുന്ന പ്രസംഗത്തിൻ്റെ സമാഹാരമാണ് ഫത്ഹുർ റബ്ബാനി എന്ന് പറയണേ. അദ്ദേഹത്തിൻ്റെ തത്വോപദേശങ്ങൾ അടങ്ങുന്ന ഗ്രന്ഥമാണ് ഫുതുഹുൽ ഗൈബ് എന്ന് പറയുന്നത്. പല ഫിഖ്ഹി മസ്അലകൾ വരെ ചർച്ച വന്നിട്ടുള്ള ഗ്രന്ഥമാണ് ബനിയാലി ഷാലിബീൻ എന്ന് പറയുന്നത്. പിൽക്കാലഘട്ടത്തിൽ പലരും ആ ഗ്രന്ഥങ്ങളിൽ കൈകടത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ ആ ഒറിജിനൽ കിതാബ് എന്തേ നമ്മൾ പഠിപ്പിക്കാത്തെ? ഇപ്പൊ പള്ളി നമ്മൾ കേൾക്കണില്ലേ, യാ ഔസ് യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി 1000 വട്ടം വിളിക്കാൻ, 1000 വട്ടം വിളിക്കാൻ. ഇതിൽ അപകടം എവിടെ നിന്നറിയോ? അവിടെ നിന്നൊക്കെ മുഹ്യിദ്ദീൻ ഷേഖിനെ ആരെ വിളിച്ചോ വായ്കൂടാതുത്തിരം ഞാൻ ചെയ്യുന്ന പറഞ്ഞേ. ആരെ പറ്റിയിട്ടാ പറയണേ? അതിന്റെ അപകടം എന്താണ്? വായ്കൂടാതുത്തിരം നൽകണമെങ്കിൽ ലോകത്തിന്റെ ഏത് ദിക്കിൽ നിന്ന് ഒരേ സമയം വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്ന ആളുകൾ വ്യത്യസ്ത ആവശ്യങ്ങൾ ഒരേ സമയം വിളിക്കുമ്പോ അതിനെ കേൾക്കാൻ, അതിനെ അപഗ്രഥിക്കാൻ, അവരുടെ വായ കൂടുന്നതിന് മുമ്പ് ഉത്തരം നൽകാൻ കഴിവുള്ളവനാരാ? അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ്. ആ അള്ളാന്റെ സ്ഥാനമാണ്, ആ അള്ളാന്റെ സ്ഥാനമാണ്. ഖുർആനിലെ സൂറത്ത് ബഖറ 186 വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി. എന്നെ കുറിച്ച് എൻ്റെ അടിമ ചോദിച്ച പറ, ഞാൻ വളരെ അടുത്തുള്ളവനാണ്, ഉത്തരം ഞാൻ നൽകാമെന്ന് അല്ലാഹു തആല അള്ളാന്റെ പ്രത്യേകത വെച്ചു കൊടുത്തു. പിന്നെ പറഞ്ഞു അങ്ങനെ വിളിച്ച വായ കൂടുമ്പോൾ ഉത്തരം കിട്ടൂല, 1000 തവണ വിളിക്കണം എന്ന് പറഞ്ഞു. അതാണ് കുത്തുബിയ്യത്തിൽ ലൈറ്റ് ഓഫ് ആക്കി 1000 തവണ അലറി വിളിക്കുന്നത് മുഹ്യിദ്ദീൻ ഷേഖിനോട്. അതും 12 റക്അത്ത് നിസ്കരിച്ചിട്ടാണ് അത്രേ ചൊല്ലേണ്ടത്. നിങ്ങൾക്കറിയോ ഈ 12 റക്അത്ത് ചൊല്ലി വിളിക്കാൻ ആരൊക്കെ വരെ വിളിക്കുന്നുണ്ട് എന്ന്? ചില പേരുകൾ പറഞ്ഞ നിങ്ങൾ വരഞ്ഞിട്ടും അതിനു മുമ്പ് ഫാത്തിഹ ഓതി ആ ഫാത്തിഹ പാർസലായി അയച്ചു കൊടുത്ത് മിനൽ ജിന്നി വൽ ഇൻസി കുബറാഇഹിം വറുഅസാഇഹിം, ജിന്നുകളുടെ മനുഷ്യരുടെ നേതാക്കന്മാര് നായകന്മാരെ ജിന്ന ഔലിയാക്കൾക്ക് ഫാത്തിഹ പാർസൽ ആരാണ്? അഹ്മർ വത്തംറയാത് വഹഷ്തശ് ലഹ്കൂഷ് മൈമൂൻ ഹദലയാജ് നസ്തലസൂഷ് മൈമൂൻ സ്വൻഇക ശതതഷ്കൂഷ് അബിയദ ശംഹൂറഷ് സൗബിഅ അല്ലദീന ആഹദുല്ലാഹ വനബിയഹു സുലൈമാൻ അലൈഹിസ്സലാം. നമ്മളിതൊക്കെ വെറുതെ ഇങ്ങനെ പോയിരിക്കുമ്പോ നമ്മളുടെ മനസ്സിൽ ഇത് കയറിയിട്ടുണ്ടാവില്ല. ആത്മാർത്ഥമായി നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇരുന്ന് പഠിച്ചിട്ട് തന്നെയാ നിങ്ങളുടെ മുമ്പിൽ വിഷയം അവതരിപ്പിച്ചേ. ഇതുകൊണ്ട് എനിക്ക് മതപരമായിട്ടൊന്നും കിട്ടാല്ല എന്ന് എനിക്കറിയാം, ഇതിന്റെ ഔലിയാക്കളുടെ പേര് പഠിച്ചിട്ട്. പക്ഷെ ഇവരുടെ പേര് ചൊല്ലി ഇവർക്ക് ഫാത്തിഹ അയച്ചു കൊടുത്തിട്ട് 1000 തവണ പള്ളിയിൽ ഇരുന്ന് വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞ അങ്ങനെ വിളിച്ചാലും പോരാ, തിങ്കളാഴ്ച പാതിരാത്രി എണീറ്റ് 12 റക്അത്ത് നിസ്കരിച്ച് ഇറാഖിന്റെ ബാഗ്ദാദിന്റെ ഭാഗത്തേക്ക് 11 കാലടി നടത്തി. ഓരോ കാലടിയിൽ യാ ഔസ് മുഹിയുദ്ദീൻ, യാ ഖവാജ മുഹിയുദ്ദീൻ, യാ ശൈഖു സഖലൈനി മുഹിയുദ്ദീൻ എന്ന് വിളിച്ച് 11ാമത്തെ കാലടിയിൽ യാ ശൈഖു സഖലൈനി അഗിസ്നി വംദുദിനി എന്ന് പറഞ്ഞ് കാര്യം ചോദിച്ചാലേ ഉത്തരം കിട്ടും. ഈ നിസ്കാരങ്ങളൊക്കെ ആരാ പഠിപ്പിച്ചേ? ഫാത്തിഹ വേണം, ഇഖ്ലാസ് വേണമെന്ന് നിബന്ധന വെച്ചതാരാ? റവാത്തിബ് സുന്നത്തും തഹജ്ജുദും വിത്റും ഖിയാമുൽ ലൈലും ഖിയാമു റമദാനും നമ്മളെ പഠിപ്പിച്ചത് മുത്തുനബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടല്ലേ ഇത് ബിദ്അത്ത് എന്ന് പറയുന്നത്. ഇങ്ങനൊക്കെ വിളിക്കാൻ വേണ്ടി പറയാൻ ഇവരെഴുതി വെക്കുന്ന മാരകമായ അപകടം. ഞാൻ പറഞ്ഞില്ലേ, ചങ്ങരംകുളത്ത് നിന്ന് ഇറങ്ങിയ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞത്, അതിൽ പോലും പറഞ്ഞത് നിങ്ങൾക്ക് വിസയും ടിക്കറ്റും ഇല്ലാതെ അറബ് രാജ്യത്തിലേക്ക് യാത്ര ചെയ്യാൻ വെറും 75 രൂപയുടെ പുസ്തകം മുടക്കിയിട്ട് അതിലെ കള്ളികൾ വരച്ച് ആരും കാണാതെ മന്ത്രം നടത്തി ആ പേപ്പർ ഒരടി പൊന്തി നിൽക്കുമ്പോൾ അത് വലതുകാലിൻ്റെ തുടയിൽ വെച്ച് കെട്ടി ദുബൈ ലക്ഷ്യമാക്കി 3 കാലടി വെക്കുമ്പോഴേക്കും നിങ്ങൾ ദുബൈയിലേക്ക് എത്തുമെന്ന് എഴുതി വെച്ചത്. പ്രിയമുള്ളവരെ, ഇതൊക്കെ ആരുടെ പേരിലും മഹാന്മാരുടെ പേരിലൊക്കെ ഈ രൂപത്തിലൊക്കെ എഴുതി വെച്ചിട്ട് കള്ളികളും ചിത്രങ്ങളും
എന്നിട്ട് ആ പുസ്തകത്തിൽ ഒരു പെണ്ണിനെ പ്രണയിക്കാൻ ഏതൊക്കെ മന്ത്രം വേണമെന്ന് നഊദുബില്ല, പ്രണയിക്കുന്ന വിവാഹത്തിന് പോലും ബറക്കത്തുണ്ടാവില്ല എന്ന് പഠിപ്പിക്കണ ഇസ്ലാമിലെ പ്രണയിപ്പിക്കാനുള്ള തന്ത്രം വരെ കള്ളി വരച്ച് പഠിപ്പിക്കുന്ന ഈ മാരകമായ അപകടങ്ങളെ തിരിച്ചറിയാൻ ഇങ്ങനെ വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന് പറയുമ്പോൾ പഠിക്കണം നിങ്ങൾ. മൊയ്ദി റഹ്മത്തുള്ളാഹി അലൈഹി ആരാൻ? ഖുർആനിലൊരു ആയത്തില്ലേ, വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, പള്ളികളെല്ലാം അല്ലാഹുള്ളതാണ്, അള്ളാഹിന്റെ കൂടെ മറ്റാരോട് നിങ്ങൾ ദുആ ചെയ്യല്ലേ എന്ന് പറഞ്ഞ ആയത്തിനെ മുഹ്യിദ്ദീൻ ശൈഖ് പറയാണ്. അദ്ദേഹത്തിന്റെ ഫത്ഹു റബ്ബാനി പേജ് നമ്പർ അവിടെ 152 പേജിൽ കാണാം, ഇജ്അൽ ഖൽബക മസ്ജിദ, നിന്റെ ഹൃദയത്തെ പള്ളിയാക്കി വെക്കണം. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അള്ളാഹിന്റെ കൂടെ ആരോടും നീ ദുആ ചെയ്യരുത്. കാരണം അദ്ദേഹം പറഞ്ഞു, കമാ ഖാല അസ്സ വജൽ, അല്ലാഹു പറഞ്ഞതുപോലെ വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, പള്ളികളെല്ലാം അല്ലാഹുള്ളതാണ്, അള്ളാഹിന്റെ കൂടെ മറ്റാരോടും നിങ്ങൾ ദുആ ചെയ്യല്ലേ എന്ന് മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി, ആ ശൈഖിനെയാണ് യാ ഔസി എന്ന് പറഞ്ഞ് വിളിക്കണേ. അല്ലാഹു അല്ലാത്ത ആരോടും നിങ്ങൾ ആവലാതിപ്പെടലില്ല. ലാ തശ്കുബന്ന ഫീ ഹാലത്തിൽ ബലിയതി ഇലാ അഹദിൻ മിൻ ഖൽഖില്ലാഹ്, ഫുതൂൽ ഐബ് പേജ് നമ്പർ 136. അള്ളാന്റെ ഒരു പടപ്പുകളോടും നിങ്ങൾ ആവലാതിപ്പെടല്ലേ. ഉയർത്തുന്നവനും താഴ്ത്തുന്നവനും രോഗം തരുന്നവനും രോഗശമനം തരുന്നവനും അള്ളാഹു മാത്രമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം അതിന്റെ അവസാനം പറയുന്നുണ്ട്, ഫഅലൈക ബിൽ ഇസ്തിആസതി ഇലൈഹി അസ്സ വജൽ, ആ അല്ലാഹുവിനോട് മാത്രം ഇസ്തിആസ ചെയ്യൽ നിനക്ക് നിർബന്ധമാണ്. അതല്ലെങ്കിൽ ഫദാലിക ഇശ്റാഖും മിൻക ബിഹി, നിന്നിൽ നിന്ന് റബ്ബിനോടുള്ള ശിർക്കാണ് എന്ന് പഠിപ്പിച്ച മഹാപണ്ഡിത കുലപതി അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി. ഇത് പറഞ്ഞ അല്ലാഹു അല്ലാത്തവരെ ആവലാതിപ്പെടൽ, ലാ തശ്കുവന്ന, ആ ശൈഖിന്റെ പേരും പറഞ്ഞിട്ട് ആ ശൈഖിന്റെ ദീനിലാന്ന് പറഞ്ഞ് നമ്മൾ പറയില്ല കഅശ്കു ഫീഹിയ, നബി അങ്ങയോട് ആവലാതിപ്പെടണം. അതേ പദമാണ് അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, ഹൗല ബിൻത് സഅലബ എന്ന് പറയണ സഹാബ വനിത അവരാവരാതിപ്പെട്ടത് അല്ലാഹുവിനോടാണ്. സൂറത്ത് മുജാദില 1-ാമത്തെ ആയത്താണ്. അതുകൊണ്ട് മൊയ്ദി ശൈഖ് ഒറിജിനൽ ശൈഖ് പറയാ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഹിദായത്ത് നൽകാനൊക്കെ ആളുകൾ ബസ്റുഫു ആദി, എനിക്ക് ഹൃദയത്തിന് വെളിച്ചം നൽകാൻ ഹിദായത്ത് നൽകാൻ മൊയ്ദി ശൈഖിനോട്, അതുപോലെ വനജ്ജിനി മില്ലല്ലാ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് മൊയ്ദി ശൈഖിനോട് ശൈഖ് പറഞ്ഞു. പടച്ചോനോടല്ലാതെ ആരോടും പറയാൻ പാടില്ല. നമ്മൾ ആരുടെ ഭാഗത്ത് നിൽക്കണം? മൊയ്ദി ശൈഖ് റഹ്മത്തുള്ളാഹിയുടെ ഭാഗത്താണോ? അദ്ദേഹത്തിൻ്റെ പേര് ആളുകൾ പറഞ്ഞതിൻ്റെ പേരിലാണോ? ഒരൊറ്റ വാക്കുകൂടെ പറയാം, ഞങ്ങളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ടല്ലോ, എന്നിട്ടും ഞങ്ങളെ പറ്റിയിട്ട് ശിർക്കുണ്ട് എന്നാണോ ഈ ആളുകളൊക്കെ പറയുന്നത്? നമ്മളോട് ആര് ചോദിച്ചാലും അവരോട് പറയേണ്ടത്, ഞങ്ങളോട് മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ച വാക്കെന്താണെന്നറിയോ? മച്ചു റബ്ബാനിയുടെ പഴയ പ്രിന്റ് കിതാബിലെ 153-ാമത്തെ പേജ്, പുതിയ പ്രിന്റ് കിതാബിലെ 123-ാമത്തെ പേജ്, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാ? വഫീ ഖൽബിക കം ഇലാഹ്, നിന്റെ ഹൃദയത്തിൽ എത്ര ആരാധ്യന്മാരാണ്. കുല്ലു ഷൈഇൻ തഅതമിദു അലൈഹി വതസിഖു ബിഹി ദൂനല്ലാഹ്, അല്ലാഹനെ കൂടാതെ അതിലേക്ക് അവലംബിക്കുമ്പോൾ ആശ്രയിക്കുമ്പോൾ വഹുവ സ്വനമുക, അത് നിന്റെ വിഗ്രഹമാണ്. ലാ യൻഫഉക തൗഹീദുൽ ലിസാനി മഅ ശിർകുൽ ഖൽബ്, ഹൃദയത്തിൽ ശിർക്ക് വെച്ചിട്ട് നാവുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് നിനക്ക് ഉപകാരപ്പെടൂല എന്ന് പഠിപ്പിച്ചത് മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനിയാണ്, അദ്ദേഹത്തിൻ്റെ ഫത്ഹു റബ്ബാനി എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം പഠിപ്പിച്ച ആദർശങ്ങളെ, ആ കിതാബുകളെ ഇതാരും ജനങ്ങളോട് പറഞ്ഞു കൊടുക്കില്ല. ഇതിൻ്റെ പേരിൽ കോഴിക്കോട്ടത്തെ പുസ്തകം പാടും, തമിഴ്നാട്ടിലെ പുസ്തകങ്ങളെ പാടും. മഹാനായ മുഹ്യിദ്ദീൻ ശൈഖിൻ്റെ കിതാബ് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കില്ല, അതിൻ്റെ അധ്യാപനങ്ങൾ പറഞ്ഞു കൊടുക്കില്ല. നമ്മൾ മനസ്സിലാക്കി ഇത്തരം ദിനാഘോഷങ്ങളും ആചാരങ്ങളും സൂക്ഷിക്കാൻ അല്ല പറഞ്ഞ ഖുർആനിൽ ഒരു താക്കീത് മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാതിലി വയസുദ്ദൂന അൻ സബീലില്ലാഹ്. പണ്ഡിത പുരോഹിതന്മാരിൽപ്പെട്ട കുറച്ചാളുകളെന്ന് പറഞ്ഞില്ല, ന്യൂനപക്ഷമെന്ന് പറഞ്ഞില്ല, ഭൂരിപക്ഷം വരുന്ന ആളുകളും അന്യായമായി ജനങ്ങളുടെ ധനം ഭക്ഷിച്ചുകൊണ്ട് അള്ളാന്റെ ദീനിൽ നിന്ന് ജനങ്ങൾ അവർ തടഞ്ഞു വെക്കുമെന്നല്ല അള്ളാന്റെ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. അതുകൊണ്ട് പഠിക്കാൻ എൻ്റെ ഖബറിൽ ഞാനേ ഉണ്ടാകൂ എന്ന് ബോധ്യത്തോടുകൂടെ പഠിപ്പിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു ദീനും നമ്മളുടെ ജീവിതത്തിൽ ഇല്ല. തീരുമാനിക്കാൻ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറഞ്ഞുതരാം. ലോകം നിയന്ത്രിക്കുന്ന മൊയ്ദി ശൈഖാണെന്ന് അറബിയിൽ പറഞ്ഞു വന്ന് ഇന്ന് മലയാളത്തിൽ നമ്മളോട് CM മടവൂരാണെന്ന് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇന്ന് വരെ ഇവരെക്കാളൊക്കെ പദവിയിലും ദറജയിലും ഏറ്റവും ടോപ്പിലുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലോകം നിയന്ത്രിക്കുന്നു?
ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ലോകം നിയന്ത്രിക്കുന്നുവെന്ന്, അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ലോകം നിയന്ത്രിക്കുന്നുവെന്ന് എന്തേ പിൽക്കാലഘട്ടത്തെ ആളുകളെ പറ്റി പറഞ്ഞേ? അതിൽ ചില കച്ചവട തന്ത്രമുണ്ട്. പക്ഷെ ഒരു വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ലോകം നിയന്ത്രിക്കുന്നു. അതിൻ്റെ ഉറവിടം എടുത്താൽ അത് വ്യക്തമാണ്. അതാര് പറഞ്ഞു? ഷിയാക്കൾ പറഞ്ഞു. ലോകം നിയന്ത്രിക്കുന്നത് മുദബ്ബിറുൽ ആലം സാനി എന്ന്, രണ്ടാമത് ലോകം നിയന്ത്രിക്കുന്നത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണെന്ന് ഷിയാക്കളാണ് പറഞ്ഞത്. അതുകൊണ്ട് അതിൽ നിന്നൊക്കെ മാറി എൻ്റെ റബ്ബ്, ആ റബ്ബിൻ്റെ തൗഹീദ്, ആ റബ്ബിലുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് കൃത്യമായ പ്രമാണം അത് പഠിപ്പിച്ച പണ്ഡിത ലോകങ്ങളെ തിരിച്ചറിയാനും പഠിക്കാനും ജീവിതത്തിൽ ഉൾക്കൊള്ളാനും നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ.